പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. പക്ഷേ ചില നേതാക്കളുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന് ശശി തരൂർ പറയുന്നു. അതിന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു മറുപടി വരുന്നു. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മൾ കുറച്ചു കാലമായി കണ്ടിട്ട് കേട്ടിട്ട് പെട്ടെന്ന് പൊട്ടിവിടർന്നതുപോലെ ഇതാ തരൂരിനെതിരെ വലിയ ശക്തമായി തന്നെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്താണ് പെട്ടെന്നുള്ള ഒരു ആവേശത്തോടു കൂടി കോൺഗ്രസിനെ അകത്തേക്ക് തിരിച്ച് തന്റെ കൂടി അഭിപ്രായങ്ങൾ വേണ്ടതുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താന് തോന്നാൻ കാരണം? അതും ശശി തരൂരിനെതിരെ തന്നെയായി പോയി ആ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് രാജ്മോഹൻ ഉണ്ണിത്താനെ രാഷ്ട്രീയ വിരോധികൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ തന്നെയാണ് കേട്ടോ. ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവര് വിശേഷിപ്പിക്കുന്നത് ഒരു വഴിച്ചണ്ട, അല്ലെങ്കിൽ വാ പോയ കോടാലി എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചാടിക്കേറി അദ്ദേഹം അഭിപ്രായം പറഞ്ഞുകളെ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ പറയുന്നത് വളരെ ആധികാരികമായിട്ട് സംസാരിക്കും. ഈ ചാനൽ ചർച്ചകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ ഗംഭീരമായിട്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് കുറെ കാലമായിട്ട് അദ്ദേഹം വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. വളരെ നന്നായിട്ട് സംസാരിക്കും. രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല വശമുണ്ട്, ഭാഷയുണ്ട്, നല്ല ഭാഷയുണ്ട് അദ്ദേഹത്തിന്. നല്ല ഭാഷയും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ചില പേരുദോഷവും അദ്ദേഹം കേൾപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശശി തരൂരിനെ പോലൊരു വിശ്വപൗരൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാള്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഉന്നതിയുടെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരാള്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലുമാണല്ലോ ഇപ്പോഴും, നിലവിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലുമാണ്. അദ്ദേഹത്തെ നേരിടാനും ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ ഇറക്കി കളയാം എന്ന് വിചാരിച്ചതായിരിക്കാം നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങനെ കരുതിയതാകാം. ഇന്നലെ തരൂര് സൂചിപ്പിച്ചല്ലോ, വന്നിറങ്ങിയപ്പോ തന്നെ തരൂര് സൂചിപ്പിച്ചു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നേതാക്കന്മാരോട് ഞാൻ നേരിട്ട് പറയും എന്നൊക്കെയുള്ള സൂചന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് അഡ്വാൻസ് ആയിട്ട് ഒരു തടയിടാന്നുള്ളൊരു മട്ടിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഉണ്ണിത്താനെ ഇറക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണിത്താൻ പറഞ്ഞത് കല്യാണം ഇവിടെ ശശി തരൂരിനെ നിലമ്പൂരിൽ പ്രചരണത്തിന് വിളിച്ചിരുന്നില്ല, അതാണ് ഇപ്പൊ വിഷയം. ഉണ്ണിത്താന്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് കല്യാണത്തിനും മറ്റും അങ്ങനെ ഇവിടെ കല്യാണം, നിലമ്പൂര് കല്യാണമൊന്നുമല്ല നടക്കുന്നത്, അപ്പൊ വിളിച്ചിട്ട് വേണോ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ വരാനെന്നുള്ളതാണ് ഉണ്ണിത്താന്റെ ചോദ്യം. അതിനകത്തൊരു പറഞ്ഞില്ലേ, നമ്മൾ പറയുകയാണെങ്കിൽ മറ്റൊരു തരത്തിലും അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. നമ്മളിപ്പോ കല്യാണത്തിനാണെങ്കിലും മരണം ചാക്കാല എന്നൊക്കെ തെക്കൻ തിരുവിതാംകൂർ പറയുന്ന കല്യാണത്തിനായാലും മരണമാണെങ്കിലും സദ്യയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ല. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഭിക്ഷക്കാരാണ്. അവരെ ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല, അവർക്ക് വന്നേച്ച് ആഹാരം കഴിച്ചിട്ട് പോവുക. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ നാലുകാലിൽ നടക്കുന്ന പാലുള്ള ആ ജീവി, നമ്മന് ഒന്നുകൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ നായ്ക്കള്, അതിനെയും ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല. അതുങ്ങളും ഇലയൊക്കെ അവിടെ നിന്നുണ്ടെങ്കിൽ അതുങ്ങളും വന്നത് കഴിച്ചിട്ട് പോകുള്ളൂ. അപ്പൊ ഇത് ഏത് കാറ്റഗറിപ്പെടുത്തിയിട്ടാണ് ഉണ്ണിത്താന്റെ ഈ സംസാരം ഉണ്ടായെന്നുള്ളത് ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. അല്ലെ ഉണ്ണിത്താൻ തന്നെ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ശശി തരൂരിനെ എന്തായാലും അവിടെ ഇറക്കുകയില്ല, അത് അവർ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചതാണ്. അതിന് വന്ന വിശദീകരണം, തരൂര് പറഞ്ഞു എന്നെ നിലമ്പൂരിലേക്ക് വിളിച്ചിട്ടില്ല, എനിക്ക് അവിടെ പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ ഉടൻ തന്നെ ഒരു ലിസ്റ്റ് പുറത്തു വരികയാണ്. ആ ലിസ്റ്റിനകത്തില് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിക്ക് കൊടുത്ത ലിസ്റ്റിനകത്ത് പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും വന്നിട്ടില്ല. പ്രധാനമന്ത്രി നേരിട്ടാണ് വിളിച്ചതിട്ടാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് വിട്ടതെന്നാണ് പറയുന്നത്. എന്തായാലും തരൂരിന്റെ പ്രഖ്യാപനം തൊട്ട് പിന്നാലെ ലിസ്റ്റ് വരികയാണ്. ലിസ്റ്റിൽ 8ാമത്തെ പേരുകാരനായിട്ട് തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. 8ാമത്തെ പേരാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ എടുക്കുമ്പോൾ 8ാമത്തെ പേരുകാരനായിട്ട് ശശി തരൂരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലിസ്റ്റ് അവർ അതുകൊണ്ട് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ 8-നകത്തില് ഇദ്ദേഹത്തിനെ പറഞ്ഞല്ലോ, തരൂരിന് വേറെ ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ NSS ജനറൽ സെക്രട്ടറി വിശേഷിപ്പിച്ചതുപോലെ പണ്ടത്തെ ഡൽഹി നായർ എന്നാണ് വിശേഷിപ്പിച്ചതെന്ന് അദ്ദേഹം. തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ശശി തരൂർ മലയാളി നായരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല, ഡൽഹി നായരാണ് എന്നൊക്കെ പറഞ്ഞൊരു വിശേഷണമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതേ തുടർന്ന് അവിടെ മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലത്തിൽ NSSന് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിന്റെ കുറച്ച് ഭൂരിപക്ഷം കുറയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ജനറൽ സെക്രട്ടറി തന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ തിരുത്തിയിട്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് അദ്ദേഹം വളരെ കേരളീയ, നമ്മുടെ മലയാളി നായരാണ് എന്നൊരു വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ ഭൂരിപക്ഷം നന്നായിട്ട് ഉയരുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ സംവരണമില്ലാത്ത കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ശശി തരൂരിന്റെ 8ാമത്തെ പേര് എപ്പോ വിളിക്കുമെന്ന് പറയാൻ ഒക്കത്തില്ല. അതിന് താഴെയുള്ള ഒരുപാട് ആളുകൾ കാണും. അപ്പൊ അത്തരത്തിൽ സംവരണമുള്ളവരെയൊക്കെ ആയിരിക്കും ഇനി ആദ്യം വിളിച്ചത്.
എന്തൊക്കെയാണ് ഇതിനകത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തതയുമില്ല. അത്തരത്തിലാണ് കാര്യങ്ങൾ പോയത്. പിന്നെ ചില ദോഷൈക ദൃക്കുകൾ ചില ആളുകൾ പറയുന്നുണ്ട്, തരൂരിനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ ഭീകരതയെ കുറിച്ചാണ് അദ്ദേഹം പറയേണ്ടത്, അല്ലെ? പാകിസ്ഥാന്റെ ഭീകരത, പാകിസ്ഥാൻ എന്നുള്ള ഭീകര രാഷ്ട്രം ഇന്ത്യയോട് എന്ത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അദ്ദേഹം ഭാരതം വാക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഭാരതത്തോട് എന്ത് ചെയ്തു, നമ്മുടെ മാതൃരാജ്യത്തോട് എന്ത് ചെയ്തു എന്നുള്ളൊരു വിഷയമാണ് അദ്ദേഹം ലോകവേദികളിലെല്ലാം ഉന്നയിച്ചത്. അങ്ങനെയുള്ള ഒരാളിനെ അവിടെ കൊണ്ടുവന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? പാകിസ്ഥാനെതിരെ അദ്ദേഹം പറയുക, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ 99% മുസ്ലിം, അല്ലെ? മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ വന്നിട്ട് ശശി തരൂർ ഇത്തരം വിഷയങ്ങൾ എടുത്തിടുകയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ചിലപ്പോൾ അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. നമ്മുടെ മുഖ്യമന്ത്രി പോലും ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പെട്ടുപോയതാണത്. അപ്പൊ അതുകൊണ്ട് തരൂരിനെ ബുദ്ധിപരമായിട്ട് മാറ്റി നിർത്തിയതാണോ എന്നറിഞ്ഞുകൂടാ. അദ്ദേഹം അവിടെ വന്നിച്ച് അത്തരം വിഷയങ്ങളൊന്നും പറയാതിരിക്കാൻ. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കോൺഗ്രസ് കയ്യിൽ വെച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ കൂടെ നിൽപ്പുണ്ട്, അവരുടെ പോക്കറ്റിൽ കിടപ്പുണ്ട് ജമാഅത്തെ ഇസ്ലാമി. ആ സമയത്ത് തരൂര് വന്നിട്ട് ഇങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വോട്ടൂടെ ഇങ്ങനെ സമാഹരിച്ചു വെച്ചിരിക്കുകയാണ്. ആ വോട്ടിൽ കുറെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊന്നും തരൂര് പിടികൊടുത്തില്ല. തരൂര് വളരെ ബുദ്ധിമാനാണല്ലോ. ഇവരെ ഈ പറഞ്ഞാല് അദ്ദേഹം കാഞ്ഞ ബുദ്ധിമാനാണ്. നമ്മളെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ്. അദ്ദേഹം അവിടോട്ടൊന്നും പോയില്ല. പക്ഷെ ചില സൂചനകൾ, ആ സൂചന കൊടുത്തത് എപ്പോഴാണ്? പോളിംഗ് ദിവസമാണ്. ഇന്നലെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ്. പണ്ട് VS ഒക്കെ ചെയ്തതുപോലെ കൃത്യമായ ചില സൂചനകൾ അദ്ദേഹം കൊടുത്തിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് ഈ പറയുന്നത് പോലെ അവരുടെ എതിരാളികൾ വിശേഷിപ്പിക്കുന്നവർ, നമ്മൾ പറയുന്നതല്ല, എതിരാളി വിശേഷിപ്പിക്കുന്നത് വാപോയ കോടാലി എന്ന് പറയുന്നത് പോലെയുള്ള വിശേഷണങ്ങളുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ണിത്താനെയും പറഞ്ഞിട്ട് വളരെ രസികനാണ് കേട്ടോ. ഉണ്ണിത്താനെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം അങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹം മുരളീധരനുമായിട്ട് വഴക്കുണ്ടാക്കിയ സമയത്ത് നമ്മൾ അറിയാമല്ലോ. ഉണ്ണിത്താന് കൊല്ലം സീറ്റ് കൊടുത്തില്ല. കൊല്ലം സീറ്റ് അദ്ദേഹത്തിന് നിഷേധിച്ചു. അപ്പൊ ആ സമയത്ത് ഒരു പെട്ടിത്തർക്കം, പണ്ടും കോൺഗ്രസിലുണ്ട് ഈ പെട്ടിത്തർക്കം, അത് പണപ്പെട്ടിയോ മറ്റോ ആടുന്നെന്നാണ് ഉണ്ണിത്താൻ അന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്. പരസ്യമായിട്ട് പറഞ്ഞു. മുരളീധരൻ എന്തോ പിന്നെ ഒരു പെട്ടി വന്നിരുന്നു, ആ പെട്ടി വന്ന ശേഷമാണ് ഉണ്ണിത്താന് സീറ്റ് നഷ്ടപ്പെട്ടതെന്ന്, കൊല്ലത്തെ സീറ്റ് പോയത് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഭയങ്കര വിലാപമായിരുന്നു. പറഞ്ഞോലെ പിന്നെ കേരളം കേക്ക് അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് വിലപിച്ചു. ഇന്ന് വരെ ഇത്രയും കാലം 10, 40, 50 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിട്ടിട്ട് 10 പൈസ പോലും എനിക്ക് കിട്ടാത്തൊരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ എന്നും സങ്കടം പറഞ്ഞു ഉണ്ണിത്താൻ. അതായത് പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല എന്നുള്ള മട്ടിലാണ് ഉണ്ണിത്താൻ അന്ന് സംസാരിച്ചത്. അപ്പൊ മുരളീധരനെതിരെ അതിൽ കൂടെ വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചു കളഞ്ഞു. മുരളീധരൻ KPCC പ്രസിഡന്റാണ്. മുരളീധരനെ അതിശക്തമായിട്ട് ഉണ്ണിത്താൻ അന്ന് ആക്രമിച്ചതാണ്. സ്വന്തം പറഞ്ഞില്ലേ, വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന്റെ വലിയ മുതിർന്ന നേതാവിന് KPCC അധ്യക്ഷനായിട്ടിരിക്കുകയാണ് മുരളീധരന്റെ KPCC ഓഫീസിലെ പ്രസിഡന്റിന്റെ മുറിയിലേക്ക് അവിടെ യുവതികളൊക്കെ കണ്ടമാനം കയറി വരുന്നു എന്നുള്ളതായിരുന്നു ഉണ്ണിത്താന്റെ ഒരു ആരോപണം. അവസാനം ഈ യുവതി ആരോപണത്തിനകത്ത് ഉണ്ണിത്താനും ചെന്ന് പെട്ടു. അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ അദ്ദേഹം ഒരിക്കലും ഇവിടെ നിലമ്പൂർ മൈസൂരിലേക്ക് പോയതാണെന്നാണ് പറയുന്നത്. നിലമ്പൂർ വഴിയാണ് പോയത്. ആ സമയത്ത് കൊല്ലം സ്വദേശിനിയായ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകയും അദ്ദേഹത്തിന്റെ വണ്ടിയിലുണ്ടായിരുന്നു എന്നാണ്. അവർ രണ്ടുപേരും കൂടാണ് പോയി നിലമ്പൂരിൽ ചെന്നു. നിലമ്പൂരിനടുത്താണ്, മലപ്പുറത്തിനടുത്തുള്ള ഒരു സ്ഥലം, കൃത്യമായിട്ട് ആ സ്ഥലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. അവരുടെ വീട്ടിൽ സന്ധ്യയായ അവിടെ ചെന്നപ്പോൾ ഉണ്ണിത്താനും ആ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സുകാര് എതിരാളികളായ CPM-കാരും മറ്റേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ വിവരം അറിഞ്ഞത്. ഉണ്ണിത്താൻ ഒരു സ്ത്രീയുമായിട്ട് ആ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം. അത് പിന്നെ വലിയ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ ഉണ്ണിത്താൻ പറഞ്ഞു, ഞാനത് സൗഹൃദമാണ്, ഞാൻ മൈസൂരിലേക്ക് പോവാണ്, മൈസൂരിലേക്ക് പോകുന്ന വഴി നിലമ്പൂർ വഴി എളുപ്പത്തിൽ അങ്ങോട്ട് പോകാമല്ലോ എന്ന് കരുതി ഇവിടെ കയറിയതാണെന്നൊക്കെ ഉള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞു. അവസാനം പിന്നെ മെഡിക്കൽ പരിശോധനയിലാണ് രക്ഷപ്പെട്ടത്. എന്തൊരു വലിയ നാടകമായിരുന്നു, ഒരു രാത്രി മുഴുവൻ വലിയ നാടകമായിരുന്നു. അപ്പൊ അത്തരത്തില് ഉണ്ണിത്താൻ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. പിന്നീട് അവസാനമാണ് ഉണ്ണിത്താനെ ഒരു സീറ്റ് കൊടുത്തു കളയാം എന്ന് തീരുമാനിച്ചു. ആദ്യം തലശ്ശേരിയില് സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ, തലശ്ശേരിയിലൊക്കെ മത്സരിച്ചാലത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ, കോടിയേരി ബാലകൃഷ്ണനെതിരെ സീറ്റ് കൊടുത്തു, രക്ഷയില്ലാതെ പോയി. പിന്നീട് ഏറ്റവും അവസാനം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനിയും ബാക്കി ഒരു മണ്ഡലവും ഇല്ലല്ലോ, കാസർഗോഡ് തന്നെ വടക്കേ അറ്റത്ത് തന്നെ ഞാൻ കൊടുത്തു കളയാം എന്ന് തീരുമാനിച്ചു. ഇതിനപ്പുറത്ത് വേറെ മണ്ഡലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അവിടെ കൊണ്ട് പാർലമെന്റ് മണ്ഡലങ്ങൾ അവസാനിക്കുകയാണ്, ലോക്സഭാ മണ്ഡലങ്ങൾ അവസാനിക്കുകയാണ്. എന്തായാലും ഉണ്ണിത്താൻ ബുദ്ധിമാനായിരുന്നു.
അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിന് ആ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയാമായിരുന്നു. അന്ന് വരെ നെറ്റിയില് ഗണപതി പ്രസാദമൊക്കെ തൊട്ട് കറുത്ത കുറിയൊക്കെ തൊട്ട് നടന്ന ഉണ്ണിത്താൻ ഭാരതപ്പുഴ അക്കരെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറി അങ്ങ് മായ്ച്ചു കളഞ്ഞു. അങ്ങനെ കുറി മായ്ച്ച ശേഷം നമ്മളൊരു യേശുദാസിന്റെ ഒരു പാട്ടില്ലേ, കുറി വരച്ചാലും പിന്നെ കുരിശു വരച്ചാലും എന്നൊക്കെയുള്ള ഒരു മട്ടിലേക്കുള്ള പ്രസ്താവനയിലേക്ക് ഉണ്ണിത്താൻ അങ്ങ് മാറിയ ശേഷം കാസർഗോഡ് നിന്നു. കാസർഗോഡ് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. കാസർഗോഡ് ജയിച്ച രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ BJPക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവരുടെ ശക്തി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ KG മാരാര് മത്സരിച്ച കാലം തൊട്ട്, അസംബ്ലി മത്സരിച്ച കാലം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ സ്വാധീനമുണ്ട് അവർക്ക്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് അവർ ജയിക്കുമെന്നാണ്. എല്ലാ തെരഞ്ഞെടുപ്പും ലോക്സഭയിലാണെങ്കിലും അവിടുത്തെ കുറച്ച് 3-4 അസംബ്ലി സീറ്റുകളിലും BJP ആണ് ജയിക്കുന്നത്. പക്ഷെ ജയിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതാണ് അവിടുത്തെ മറ്റൊരു രാഷ്ട്രീയം. UDF LDF രാഷ്ട്രീയം ഒരിക്കലും BJPയെ ജയിക്കാൻ സമ്മതിക്കത്തില്ല. ശക്തമായിട്ട് BJP ജയിക്കുമെന്നുള്ള ലാസ്റ്റ് മിനിറ്റ് വരുന്ന സമയത്ത് വോട്ടുമറിക്കലാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ LDFന്റെ വോട്ടുകളെല്ലാം നേരെ കോൺഗ്രസിലേക്ക് മാറും. അങ്ങനെയാണ് അവിടുത്തെ ഒരു പശ്ചാത്തലം. അത് വർഷങ്ങളായിട്ട് ആ മണ്ഡലം ഭരിക്കുന്ന ആളുകൾക്ക്, പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അങ്ങനെ ഉണ്ണിത്താൻ രക്ഷപ്പെട്ടു. ഇപ്പൊ രണ്ടാമതും ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി, കുറച്ചുകൂടെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ആ മണ്ഡലം ഉണ്ണിത്താൻ ഭരിക്കുകയാണ്. അത് അവിടുത്തെ MP ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പശ്ചാത്തലമുള്ള ആളാണ് അദ്ദേഹം. പക്ഷെ ശശി തരൂരിനെ പോലുള്ള ആളിനോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം, തരൂര് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ആ ലെവലിലൊന്നും സംസാരിക്കത്തില്ലായിരിക്കാം എന്നൊരു ധൈര്യം കൂടി ആയിരിക്കാം. അല്ലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പെട്ടെന്ന് തരൂരിനോട് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഉണ്ണിത്താനെ പോലെ സംസാരിക്കാൻ കഴിവുള്ള, നന്നായിട്ട് സംസാരിക്കും കേട്ടോ ഉണ്ണിത്താനെ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചോളാം, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. മറ്റേ രീതിയിൽ ദുസൂചന വെച്ചിട്ടാണെങ്കിലും നല്ല സൂചന വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഉണ്ണിത്താൻ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഉണ്ണിത്താനെ ഇറക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തരൂരിന്റെ വാദങ്ങൾ വരട്ടെ. തരൂർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള 23-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, എന്താണ് തരൂര് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇനിയും ഉണ്ണിത്താന്മാർ ഇനിയും ഉണ്ടാകുമോ എന്ന് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്ന ഒരു അഭിപ്രായം. യെസ്. എന്തായാലും നിലമ്പൂരിൽ ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചില്ല, ആരും ക്ഷണിച്ചില്ല എന്ന ശശി തരൂരിന്റെ പരിഭവത്തിന് തിരിച്ച് അവിടെ സംബന്ധമൊന്നുമല്ല നടക്കുന്നത് എന്നുള്ള ഒരു ക്രൂരമായ വിമർശനമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് കല്യാണത്തിന് ക്ഷണിക്കാതെ പോകുന്നത് 2 കൂട്ടരാണ് എന്നുള്ള രാജഗോപാൽ സാറിന്റെ ഒരു ഉദാഹരണം വളരെ വളരെ പ്രസക്തമാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തരൂർ മറുപടി നൽകുമോ, അതോ തരൂരിന്റെ ഒരു നീക്കം ഏത് തരത്തിലുള്ളതായിരിക്കും? കോൺഗ്രസിൽ തുടരുമോ, കോൺഗ്രസ് വിടുമോ, അല്ലെങ്കിൽ നേതാക്കളുമായി സമവായത്തിൽ എത്തുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.